ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറേ നാളെന്ന് പറയാനായിട്ട് ഞാൻ ബേബിയുടെ ഡെലിവറി വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. അതിന് മെയിൻ കാരണം കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഏകദേശം 1 വീക്ക്, കറക്റ്റ് 1 വീക്കായി. April 30 ആണ് വാവ ജനിച്ചത്. അതിനുശേഷം ഇപ്പം ഇന്ന് May 7 ആയി. ഇന്നിപ്പോൾ കറക്റ്റ് 7 ദിവസമായി. കാരണം ഇന്നിപ്പോൾ കറക്റ്റ് വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വാവ ജനിച്ചത്. ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്, കറക്റ്റ് 1 വീക്കായി. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണ്, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വാവയുടെ കുറേ വീഡിയോസും പിന്നെ ഡെലിവറി കഴിഞ്ഞ പിറ്റേ ദിവസമുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കായിരുന്നു, വാവയെ നോക്കുന്നതും പിന്നെ ഹോസ്പിറ്റലും പിന്നെ അതൊക്കെ കാരണങ്ങൾ കൊണ്ട് കുറച്ച് തിരക്കായി. പിന്നെ ഇപ്പം വീട്ടിൽ വന്നിട്ട് 2-3 ദിവസം ആവുന്നുള്ളൂ. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തത്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് 2-3 ദിവസം ആവുന്നുള്ളൂ. അതിനിടയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി റീചെക്കപ്പ് നടത്തിയപ്പോൾ എനിക്ക് വീണ്ടും 1 വീക്ക് ഗുളികയും തന്നു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇനിയും പെയിൻ മാറിയില്ലെങ്കിൽ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. ഫുൾ ബെഡ് റെസ്റ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കാനായിരിക്കണം, എനിക്കറിയില്ല. MRI എടുക്കേണ്ടി വരുമായിരിക്കും. സോ എന്തായാലും അങ്ങനെയൊക്കെയുള്ള കുറേ തിരക്കുകളുടെ ഇടയിലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ അന്ന് എടുത്ത കുറച്ച് വീഡിയോസും പിന്നെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറയല്ലേ, വയ്യാത്തതുകൊണ്ട് തന്നെ, ഫുൾ ടൈം ബേബി ഉള്ളതുകൊണ്ട്, വാവ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ടൈം അയാളുടെ കൂടെ ഞാനും റെസ്റ്റാണ്. പിന്നെ അവനെ എടുക്കുന്നതും അവനെ കളിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയും ഇന്നത്തെ ഒരു ദിവസവും പിന്നെ ഞാൻ ഇതുവരെ എടുത്ത വീഡിയോസും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം, ഹോസ്പിറ്റലിലോട്ടുള്ളത്. സോ ഒരു കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം ഞാൻ. സോ നമുക്ക് കാണാം. ഇന്ന് ബേബി കൊണ്ടുവരും. അതുകൂടി ഇരിക്കണോ? ഒരു മിനിറ്റ് വരുന്നു. ഹലോ ഗൈസ്, ഇപ്പം ആൾ ഉറങ്ങുവാണ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് വന്നു. ഞാൻ പറയില്ല, ഇന്നത്തെ ദിവസം ഞാൻ എടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ എനിക്കറിയില്ല എന്തൊക്കെയായിരുന്നതെന്ന്. കുഞ്ഞിന് പ്രശ്നമുള്ളതൊന്നുമല്ല. പാറുവിൻ്റെ സ്റ്റിച്ചിൻ്റെ കാര്യം ഒന്നുകൂടി സി സെക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഡോക്ടറെ ഒന്നുകൂടി കാണിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കരയും. അപ്പം ഇവിടെ വന്നിട്ട് ഇനി എന്തെങ്കിലും കുറച്ച് ലേറ്റ് ആവുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് കരയില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ കൂടെ കുഞ്ഞിനെ എടുത്ത് വന്നു. നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ട്, ഗൈനക്കിൻ്റെ അടുത്തോട്ട് വല്ലതും പാറുവിനെ കാണിക്കാൻ താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. അതുവരെ കുഞ്ഞിപ്പോൾ നല്ല ഉറക്കമാണ്. ആൾ അവിടെ പൊതിഞ്ഞ് വെച്ചേക്കുക, നല്ല ഉറക്കമാണ്. ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും കാറിൽ ഇവിടെ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ ഇൻട്രോ എടുത്തിട്ട് ഞാൻ വിചാരിച്ചതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇന്ന് ചെയ്യാം, വീട്ടിലുള്ള വാവയുടെ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റില്ല. ബിക്കോസ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ പാറുവിൻ്റെ സ്റ്റിച്ച് ഒന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ പറയില്ല, 1 വീക്കായി വാവ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇയാളെ പൊതിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഇത്ര നേരം എൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്. അപ്പം 28 കഴിയാതെ കുഞ്ഞിനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും അങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ടും ഫോട്ടോ ഇടുമായിരിക്കും, പക്ഷെ അങ്ങനെ അങ്ങ് ഫുള്ളി ഒരു ഓൺലൈൻ മീഡിയ ഇതായിട്ട് കുഞ്ഞിനെ മാറ്റണം എനിക്കിഷ്ടമല്ല. അതിപ്പോൾ എൻ്റെ കുട്ടികളെയാണെങ്കിലും പാറുവിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ പോലെ തന്നെയാണ്. അപ്പം അതത്ര വലിയ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദർ ഇസ് സംതിങ്, അവരുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ. അവർ വലുതാകുമ്പോൾ അവരെടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. ബട്ട് അതുവരെ നമ്മൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ അങ്ങനെ കാണിക്കാത്തത്. അല്ലാതെ ഗാലറി മൊത്തം ഇപ്പോൾ അവൻ്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരാൾ ഇത്രയും സ്നേഹിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അറിയാം, ലൈക്ക് എൻ്റെ സിസ്റ്റർ ജനിച്ചപ്പോൾ, പാറു ജനിച്ചപ്പോൾ തന്നെ ഐ നോ ദാറ്റ്സ് വി ക്യാൻ ലവ് സമ്മൺ. ആ ഒരു വേയിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന അവളോട് അറിയാം. പക്ഷെ അന്ന് ഞാൻ അത്രയ്ക്ക് കുഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് നല്ല പ്രായമുണ്ട്, നല്ല പ്രായമായി. എനിക്കും ഒരു അമ്മയാവാനുള്ള പ്രായമായി. സോ നമുക്കിപ്പോൾ ഒരു വാവ ഇങ്ങനെ കിട്ടിയപ്പോൾ ലൈക്ക് ലിറ്ററലി ഇവനെ കണ്ടാൽ ഒരുപാട് വിഷമങ്ങൾ മറന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. നാളെ എനിക്ക് കുഞ്ഞുണ്ടാകുമ്പോഴും അത് സെയിം ആയിരിക്കാം. ബട്ട് ഇപ്പം പ്രസൻ്റ്ലി ഹീ ഈസ് ദ മെയിൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ദിവസം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എനിക്ക് തൊട്ടും വയ്യായിരുന്നു. ഞാൻ 30-ാം തീയതി ഡെലിവറി കഴിഞ്ഞ് 1, 2, 3
ഒരു 4-ാം തീയതി വരെ കുഞ്ഞ് ഒന്നായി. ഓക്കെ, അപ്പോൾ ഒരു 30th കഴിഞ്ഞ് 31, 2, 3, 4th വരെ മെയ് 4th വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. കുഞ്ഞിൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അതിന് ശേഷം എനിക്ക് ഒട്ടും വയ്യാതായി. എനിക്ക് വേദന കൊണ്ട് വെക്കാന്ന് വിളിച്ചു ഗൈസ്. അപ്പം എനിക്ക് ഒട്ടും വയ്യാതായി. അപ്പോൾ ഗൈസ് കുഞ്ഞൊന്ന് ചിണുങ്ങി. അപ്പോൾ ഞാനടുത്ത് കൈ വെച്ചു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതായി. ആ ഒരു 4th കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. രാത്രി മൊത്തം കുഞ്ഞ് ചില ദിവസങ്ങളിലേ കരച്ചിലുണ്ടായിരുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ അവളെ കൊണ്ടുവന്നില്ലായിരുന്നു, സെക്കൻഡ് ഡേ ആണ് അവളെ കൊണ്ടുവന്നത്. അപ്പം കുഞ്ഞിനെ എന്നിട്ടും പിന്നെ അതിന് ശേഷം ബിലിറുബിൻ കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് NICU വെച്ചായിരുന്നു ഒരു ദിവസം. അപ്പം ഒരു ദിവസം കുഞ്ഞിന് ഞാൻ ഉള്ള സമയത്ത് ഒരു ദിവസമാണ് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ പാറുടെ നോക്കി ഒക്കെ ഇരുന്നുകൊണ്ട് ആ ഒരു 4 ദിവസം അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ബട്ട് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ എനിവേ അപ്പം അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ കാര്യം എനിക്ക് ഒട്ടും ഒരു കണ്ടിന്യൂസ് ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഗുളികയൊക്കെ തീർന്നപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ 2 ദിവസം ഞാൻ അതിനുശേഷം ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി. കയറി ഇറങ്ങി ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇങ്ങനെ പോരാ, ലാസ്റ്റ് എന്നാൽ പിന്നെ 1 വീക്ക് കൂടി നമുക്ക് മെഡിസിൻ എടുത്തിട്ട് ഒന്നും കൂടി റെസ്റ്റ് എടുത്ത് നോക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ആൻ MRI. ഒരു MRI ആ ഒരു 1 വീക്കിൽ ഇത് കുറച്ചെങ്കിലും കുറഞ്ഞില്ലെങ്കിൽ MRI എടുക്കണം, അതുപോലെ തന്നെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അന്ന് എൻഗേജ്മെൻറ്റിൻ്റെ സമയം തൊട്ട് ലിറ്റിൽ സ്ട്രെസ്ഫുൾ ആണ്. ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് റെസ്റ്റ് ഒന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞത് ഈ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് റെസ്റ്റ് നോക്ക്, ഇല്ല മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതാണ്. സോ അപ്പം അവർ രണ്ടുപേരും ഡോക്ടറിനെ കാണാൻ പോയേക്കാണ്. ഇറ്റ്സ് വെരി നൈസ് ടു ഹാവ് എ കിഡ് ഇൻ യുവർ ഹോം. കാരണം നമ്മൾ കുറേയൊക്കെ ദേഷ്യം നമ്മൾ ഇല്ലാണ്ടാവും തോന്നുന്നു. സോ എനിവേ ഗൈസ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലാണ്. ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എടുക്കാം.